ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ ഇക്കണോമിക്സിൻ്റെ ബാക്കി പോർഷനാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻസ് വരെയാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിന്ന് അടുത്ത ടോപ്പിക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്സും പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ആണ്. രാഗ്നർ ഫ്രിഞ്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു എക്കണോമിക്സിനെ 2 ബ്രാഞ്ചസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 2 ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഇക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സും. അപ്പോൾ രാഗ്നർ ഫ്രിഞ്ചാണ് ഇക്കണോമിക്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മൈക്രോ ഇക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സും. ഇനി എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ടുള്ള മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഹോൾ ഇക്കണോമിയാണ്. അതായത് നമ്മൾ മൊത്തത്തിൽ അഗ്രിഗേറ്റുകൾ എടുത്ത് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ GDP അങ്ങനെയുള്ള ഹോളായിട്ടുള്ള അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണേനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുക. മാക്രോ ഇക്കണോമിക്സിനെ നമ്മൾ ഒരു ബേർഡ്സ് ഐ വ്യൂ, അതായത് ഒരു പക്ഷിയുടെ കണ്ണുകൊണ്ട് നോക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയും. അതുപോലെ തന്നെ മൈക്രോ ഇക്കണോമിക്സിനെ നമ്മളൊരു വേംസ് ഐ വ്യൂ, ഒരു പുഴു, ഒരു ചെറിയ ഇതിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നതെന്നും പറയും. അങ്ങനെയാണ് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ, അതായത് എക്കണോമിയെക്കുറിച്ച് ഫുള്ളായിട്ടുള്ള ഒരു എക്കണോമിയെക്കുറിച്ചുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ ഇക്കണോമീനെ സ്റ്റഡീനെ തന്നെയാണ് നമ്മളിപ്പോൾ ഇക്കണോമിക്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് മൈക്രോസ്കോപ്പിലൂടെ, നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കില്ലേ, അതായത് അത്രയും സൂക്ഷ്മമായ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യില്ലേ, അങ്ങനെയാണ് മൈക്രോ ഇക്കണോമിക്സ് എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീൽസ് വിത്ത് യൂണിറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഈ ഒരു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. വലിയ വലിയ കാര്യങ്ങളല്ലാതെ നമ്മുടെ എക്കണോമിയിലുള്ള കുഞ്ഞു കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. വലിയ അഗ്രിഗേറ്റ് ആയുള്ള കാര്യങ്ങളെ നോക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്നും തിയറി ഓഫ് ഫേം എന്നും പറയും. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞൊരു ടേമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൈക്രോ എക്കണോമിക്സിലാണ് വരിക. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും അതുപോലെ തന്നെ തിയറി ഓഫ് ഫേം എന്നും വിളിക്കും. അപ്പോൾ അതാണ് മൈക്രോ ഇക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. നമ്മുടെ എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ടേബിളാണത്, മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതുകൂടി നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് പറയണത് എന്താ? മൈക്രോ ഇക്കണോമിക്സിൽ ഇറ്റ് സ്റ്റഡി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, മാക്രോ ഇക്കണോമിക്സിലോ ഇറ്റ് സ്റ്റഡി അഗ്രിഗേറ്റ് യൂണിറ്റ്സ്. അതായത് മൈക്രോ ഇക്കണോമിക്സിൽ ഓരോ യൂണിറ്റ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഒരു ഫേമിനെ, ഒരു പ്രൊഡ്യൂസറെ, ഒരു കൺസ്യൂമറെ, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് മൈക്രോ ഇക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. എന്നാൽ മാക്രോ ഇക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അല്ല, അവിടെ അഗ്രിഗേറ്റ് യൂണിറ്റ്സിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റത്തെ ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സിൽ ഇറ്റ് ഡീൽ വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ ഇൻഡിവിജ്വൽ മാർക്കറ്റ്. മാക്രോലോ ഇറ്റ് ഡീൽസ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദ കൺട്രി. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൽ പ്രൈസും ഔട്ട്പുട്ടൊക്കെ അവർ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ മാർക്കറ്റിനെ. ഓക്കെ. പക്ഷെ മാക്രോയിലോ കൺട്രി വെച്ചിട്ടാണ്. ഓക്കെ, കൺട്രിയിലെ പ്രൈസും ഔട്ട്പുട്ടൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യണത്. പക്ഷെ മൈക്രോ ഇക്കണോമിക്സിൽ എന്തിനാണ്? ഇൻഡിവിജ്വൽ മാർക്കറ്റ്സിൻ്റെ പ്രൈസും ഔട്ട്പുട്ടൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് ഡിഫറൻസ് ആണ് ഇറ്റ് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഫേം ഓർ ഇൻഡസ്ട്രി ഇൻ അച്ചീവിങ് ഒപ്റ്റിമം സിറ്റുവേഷൻ. ഇറ്റ് ഹെൽപ്പ് ദ എൻറ്റയർ ഇക്കണോമി ടു അച്ചീവ് ഒപ്റ്റിമം സിറ്റുവേഷൻ. മൈക്രോ ഇക്കണോമിക്സിൻ്റെ കേസിൽ മൈക്രോ ഇക്കണോമിക്സ് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത്? ഫേമിനെയും ഇൻഡസ്ട്രി
ഇൻഡസ്ട്രീനും ഇൻഡിവിജ്വലിനെയാണ് ഹെൽപ്പ് ചെയ്യണത്. എന്തിന്? അച്ചീവിങ് ഒപ്റ്റിമം സിറ്റുവേഷൻ, ഒപ്റ്റിമം നല്ലൊരു സിറ്റുവേഷനിൽ എത്താൻ വേണ്ടിയിട്ട് അവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത്. പക്ഷേ മാക്രോ എക്കണോമിക്സ് ഹോൾ ഇക്കണോമീനെ, മൊത്തത്തിൽ എക്കണോമീനെ സഹായിക്കുക ചെയ്യണം. അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇതിനെ സഹായിക്കാതെ എന്ത് ചെയ്യുന്നു, മൊത്തത്തിലുള്ള ആ ഒരു ഇക്കണോമീനെ സഹായിക്കുകയാണ് ചെയ്യണത്. അടുത്ത ഒരു ഡിഫറൻസാണ് മൈക്രോ ഇക്കണോമിക്സിൽ ദ ഫോക്കസ് ഈസ് ഓൺ പ്രൈസ്, മാക്രോയിലോ ദ ഫോക്കസ് ഈസ് ഓൺ ഇൻകം. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സ് എന്താണ്? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫോക്കസ് മൊത്തം പ്രൈസിലാണുള്ളത്. പക്ഷേ മാക്രോ ഇക്കണോമിക്സിൻ്റെ ഫോക്കസ് എന്തിലാണ്? ഇൻകത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും മാക്രോ ഇക്കണോമിക്സിനെ ഇൻകം തിയറി എന്നും കൂടി വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് ആണ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ പോളിസി ഫോർമുലേഷൻ അറ്റ് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പോളിസി ഫോർമുലേഷൻ അറ്റ് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ. അതായത് മൈക്രോ ഇക്കണോമിക്സിന് നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എന്തില്ല, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല മൈക്രോ ഇക്കണോമിക്സിൻ്റെ പോളിസിക്ക്. പക്ഷേ മാക്രോ ഇക്കണോമിക്സിൻ്റെ പോളിസിക്ക് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ചെയ്യും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയണത്. അടുത്തൊരു ഡിഫറൻസ് ആണ് എയിംസ് അറ്റ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ്, എയിംസ് അറ്റ് ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. മൈക്രോ ഇക്കണോമിക്സ് എന്താണ് ചെയ്യണത്? ഫുള്ളായിട്ട് റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാനും അതിൻ്റെ അലോക്കേഷനൊക്കെ കറക്റ്റ് ആക്കാനായിട്ടാണ് മൈക്രോ ഇക്കണോമിക്സ് ശ്രമിക്കുക. പക്ഷേ മാക്രോ ഇക്കണോമിക്സ് എന്താണ് നോക്കാം? ഫുള്ളർ എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സസിന് ഫുള്ളർ എംപ്ലോയ്മെൻറ്റ്. മാക്രോ എക്കണോമിക്സ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം അങ്ങനെ കാര്യങ്ങൾ നോക്കും. പക്ഷേ മൈക്രോ എക്കണോമിക്സ് പ്രൈസും എഫിഷ്യൻറ്റും യൂസ് ഓഫ് റിസോഴ്സസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നോക്കുക. ലാസ്റ്റ് ഡിഫറൻസ് ആണ് മൈക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി മച്ച് ഈസി, മാക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് മച്ച് കോംപ്ലിക്കേറ്റഡ്. മൈക്രോ എക്കണോമിക്സ് എന്താണ്? കുറച്ചുകൂടി ഈസിയാണ് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനൊക്കെ. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്താണ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റുകൾ: മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ലൈക്ക് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എക്സെട്ര. മാക്രോ എക്കണോമിക്സ് എന്താണ്? അഗ്രിഗേറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. മാക്രോ ഇക്കണോമിക്സ് ഹോൾ ഇക്കണോമിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മൈക്രോ എന്തിനാണ്? ഇൻഡിവിജ്വൽ മാർക്കറ്റ്സിനാണ്. മൈക്രോ ഇക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്ന് കൂടി വിളിക്കും, മാക്രോ ഇക്കണോമിക്സിനെ നമ്മൾ ഇൻകം തിയറി എന്ന് കൂടി വിളിക്കും. പിന്നെ മൈക്രോ ഇക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിലാണ്, മാക്രോ ഇക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഇൻകത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഡിഫറൻസ് നന്നായി നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രണ്ട് ബ്രാഞ്ചസ് പറഞ്ഞു, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു, മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു, അവർ തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, എടുത്തൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പോർഷൻ നോക്കാം. താങ്ക്